സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ നടൻ ബോബി കുര്യനെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ ഇയാൾ സഹായിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ഈ ബോബി കുര്യന്റെ കാറിലാണ് രഞ്ജിത്ത് ഒളിവിൽ പോകാൻ ശ്രമിച്ചത് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിൽ രഞ്ജിത്തിനെ എടുത്തപ്പോഴും ബോബി കുര്യന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് തേടിയിരിക്കുന്നത് നടനിൽ നിന്ന്? രഞ്ജിത്ത്, മെനിഞ്ഞാന്നാണ് ബോബി കുര്യന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോബി കുര്യൻ പറയുന്നത് അന്ന് രഞ്ജിത്തിനോടൊപ്പം മൂന്നാറിലേക്ക് പോകുന്ന വഴി തന്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ബന്ധുവിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് രഞ്ജിത്തും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശാലിനിയും കൂട്ടി അങ്ങോട്ടേക്ക് പോയതെന്നാണ്. പക്ഷെ ആ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം ഈ രഞ്ജിത്ത് അവിടെ സിനിമാ സെറ്റിൽ നടത്തിയ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ബോബി കുര്യൻ അടക്കമുള്ള സഹപ്രവർത്തകർക്ക് അറിയാമായിരുന്നു. ഇങ്ങനെ ഒരു കേസ് വരും, അല്ലെങ്കിൽ രഞ്ജിത്തിനെ കൊടുക്കാനുള്ളൊരു ശ്രമമാണ് എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാണ് ബോബി കുര്യനും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശാലിനിയും എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധുവിനെ കാണാൻ പോയി എന്നുള്ളൊരു മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. വീണ്ടും ബോബി കുര്യനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഈ ശാലിനിയും അന്ന് ഒപ്പം ഉണ്ടായിരുന്നു. അതായത് ഈ കാരവാനിലേക്ക് രഞ്ജിത്ത് ഈ പെൺകുട്ടിയെ ക്ഷണിക്കുന്ന സമയത്ത് കാരവാന്റെ പുറത്ത് ശാലിനിയും ഉണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നത്. അതനുസരിച്ചാണ് ശാലിനിയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ശാലിനിയിൽ നിന്നും പ്രധാനമായും തേടുന്നത് അങ്ങനെ പെൺകുട്ടിക്കൊരു അതിക്രമം നേരിട്ട കാര്യം ശാലിനിക്ക് അറിയാമായിരുന്നു, എന്തുകൊണ്ട് അത് പോലീസിൽ പരാതിപ്പെട്ടില്ല, ഒത്തുതീർപ്പടക്കമുള്ള കാര്യങ്ങളിൽ ശാലിനിയും ഇടപെട്ടിട്ടുണ്ടോ, ഈ കാര്യങ്ങളായിരിക്കും പോലീസ് പ്രധാനമായും ശാലിനിയിൽ നിന്നും വിവരങ്ങൾ തേടുക. എന്തായാലും നിലവിൽ രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഉള്ള നിയമങ്ങളെല്ലാം പാലിക്കണം, അല്ലെങ്കിൽ തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം, എല്ലാ തിങ്കളാഴ്ചയും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നീ നിബന്ധനകളൊക്കെ രഞ്ജിത്തിനുണ്ട്. ഈ സാക്ഷികളുടെയും അല്ലെങ്കിൽ അന്ന് രക്ഷപ്പെടാൻ സഹായിച്ചവരുടെയൊക്കെ മൊഴി താരതമ്യപ്പെടുത്തിയിട്ടായിരിക്കും രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യുക. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലായിരിക്കും നടക്കുക. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം നൽകുക എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.